ഇന്നത്തെ റെസിപ്പി വഴുതിനെ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഒരു വഴുതിനെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കട്ടെ. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കണേ. ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കട്ടെ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഈ വഴുതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ ഇതാ വഴുതിന നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോരി മാറ്റാട്ടോ. ഈ സെയിം പാനിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കട്ടോ. എണ്ണ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ടിട്ട് കൊടുക്കട്ടോ. ഈ ഉള്ളി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തത് 1 കപ്പ് തൈരാണ്. ഒരുപാടങ്ങനെ പുളിയുള്ള തൈര് വേണ്ട കേട്ടോ. ഇത് ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ. ഒരുപാടങ്ങനെ ലൂസായി പോകരുത്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച വഴുതിനെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഉപ്പും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ. ഇതിലേക്ക് കുറച്ചൊരു മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.